Hi friends, welcome to Bin's Cuisine. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ കുത്തബ് കോംപ്ലക്സിലുള്ള വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പില്ലറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അയൺ പില്ലർ ഓഫ് ഡൽഹി. ഡൽഹിയിലെ മെഹ്റോളിയിൽ കുത്തബ് കോംപ്ലക്സിലാണ് ഈ അയൺ പില്ലർ ഉള്ളത്. കുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ സെൻട്രൽ കോർട്ട്യാർഡിലാണ് ഈ അയൺ പില്ലർ സ്ഥിതി ചെയ്യുന്നത്. ഈ അയൺ പില്ലറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏകദേശം 1600 വർഷത്തേക്കാൾ കൂടുതൽ പഴക്കമുള്ളതാണ്. ഇത് റസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. ഇത്ര അധികം വർഷം പുറത്ത് ഇങ്ങനെ ചൂടും വെയിലും മഴയും കാറ്റും എല്ലാം കൊണ്ട് നിന്നിട്ടും ഇത് ഒരു തുരുമ്പും പിടിച്ചിട്ടില്ല. നമ്മളുടെ കയ്യിലുള്ള അയൺ പാത്രങ്ങൾ തന്നെ എത്ര പെട്ടെന്നാണ് തുരുമ്പ് പിടിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും തുരുമ്പ് പിടിക്കാത്തത് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു സയൻസ് അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇതേക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്ന സയന്റിസ്റ്റ് ഒക്കെ ശരിക്കും എമേസ്ഡ് ആണ്. ഏൻഷ്യൻ ഇന്ത്യയിലെ മെറ്റോളജി എത്ര അഡ്വാൻസ്ഡ് ആണ് എന്ന്. 2003 IIT കാൺപൂറിന്റെ സ്റ്റഡീസിലെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പില്ലർ വ്രോട്ട് അയൺ കൊണ്ടാണ് ബിൽഡ് ചെയ്തത്. വ്രോട്ട് അയൺ എന്ന് പറയുമ്പോൾ ദ മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ. അതിൽ ഫോസ്ഫറസ് കൂടുതലും സൾഫറും മാഗ്നീസിയം വളരെ കുറവുമായിരിക്കും. അത് കാരണം ഇതിൽ മീസ വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ക്രിയേറ്റ് ആവും. ആ ലെയറാണ് ഈ ഒരു പില്ലറിനെ റെയിനെന്നും വിൻഡെന്നും ഹീറ്റെന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു പില്ലർ ഇറക്ട് ചെയ്തത് ലേറ്റ് 4th സെഞ്ചുറി അല്ലെങ്കിൽ ഏർലി 5th സെഞ്ചുറിയിലാണ്. 6 ടൺ വെയിറ്റ് ഉള്ള ഈ പില്ലറിന്റെ ഹൈറ്റ് 7.2 മീറ്റർ ആണ്. അതിൽ 1.12 മീറ്റർ ഭൂമിക്കടിയിൽ. ഇതിന്റെ വിഡ്ത്ത് 16 ഇഞ്ച് ഡയമീറ്റർ ആണ്. ഈ പില്ലറിന്റെ മുകളിൽ ഒരു ഗരുഡയുടെ സ്റ്റാച്യു അല്ലെങ്കിൽ അതൊരു എംബ്ലം പോലെ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അതുകൊണ്ട് ഇത് ഗരുഡ പില്ലർ എന്നും അറിയപ്പെടുന്നു. പില്ലറിന്റെ മുകളിൽ ഇൻസ്ക്രിപ്ഷൻസ് കൊത്തിവെച്ചിട്ടുണ്ട്. അതൊരു കിങ്ങിന്റെ പേരാണ്, ചന്ദ്ര എന്ന് പറയുന്നത്. ജനറലി പറയുകയാണെങ്കിൽ ഗുപ്ത എംപറർ ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഈ പില്ലറിന്റെ ഇൻസ്ക്രിപ്ഷൻസിന്റെ 3rd സ്റ്റാൻസയിലാണ് അത് കൊത്തിവെച്ചിട്ടുള്ളത്. ഗുപ്ത ഡൈനാസ്റ്റിയിലെ രാജാവായ വിക്രമാദിത്യ രാജാവ്, അതായത് ചന്ദ്രഗുപ്ത സെക്കൻഡ്, അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ഒരു പില്ലർ ഉണ്ടാക്കിയത്. കിങ് സമുദ്രഗുപ്തയുടെ മകനാണ് അദ്ദേഹം. ഈ ഇൻസ്ക്രിപ്ഷൻസിൽ യൂസ് ചെയ്ത ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആണ്. ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്തത്. 6 ലൈൻസിലായിട്ടാണ് ഈ ഇൻസ്ക്രിപ്ഷൻസ് കൊത്തിവെച്ചിട്ടുള്ളത്. പില്ലറിൽ ഡിസ്ക്രൈബ് ചെയ്തത് ഈ കിങ് ചന്ദ്രഗുപ്ത സെക്കൻഡ് വിഷ്ണു ഭഗവാന്റെ ഭക്തനായിരുന്നു. വംഗദേശത്തെ ഒരു കൂട്ടം ഭരണാധികാരികളോട് ചന്ദ്രഗുപ്ത സെക്കൻഡ് ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച ചരിത്രവും അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. റെക്കോർഡ്സിൽ ഈ പില്ലർ ഇറക്ട് ചെയ്തത് ഒരു ഹില്ലിന്റെ മുകളിലാണ്. കോൾഡ് വിഷ്ണുപദ എന്ന് പറഞ്ഞാൽ ഹിൽ ഓഫ് ദ ഫുട് പ്രിന്റ് ഓഫ് വിഷ്ണു. മധ്യപ്രദേശിലെ ഉദയഗിരി കേവ്സിന്റെ പുറത്തായിട്ടാണ് ഇതെന്നാണ് അനുമാനിക്കുന്നത്. ഈ പില്ലർ അവിടുന്ന് ഡൽഹിയിലേക്ക് സുൽത്താൻ ഇൽത്തുമിഷിന്റെ കാലത്താണ് മൂവ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ മറ്റൊരു വിഭാഗം പറയുന്നത് 11th സെഞ്ചുറിയിലെ ടൊമര ഡൈനാസ്റ്റിയിലെ രാജാവ് അനങ്പൽ ടോമർ ആണ് ഈ ഒരു പില്ലർ ഇന്നത്തെ ഈ പ്രസന്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തത് എന്ന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ.